അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാനിപ്പൂരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പാനിപ്പൂരി എങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് പാനിപ്പൂരി. അപ്പോൾ ഈ പാനിപ്പൂരി റെഡിയാക്കണ കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് റവയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 കപ്പ് റവയും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ മിക്സ് ചെയ്തെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെ കുഴച്ചെടുക്കുന്നത്. നമ്മൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേശ്ശെ ഒഴിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചാൽ വെള്ളം കൂടി പോയാൽ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഇടിച്ച് കുഴച്ചിട്ട് പാകത്തിന് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റൊക്കെ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ നല്ല കുഴച്ചെടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ ഇതിന് മുകളിലൊരു നനഞ്ഞ തുണി കൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഞാനതൊരു 3 ബോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല വലുതാക്കി പരത്തിയെടുക്കാം. അപ്പോൾ പറയുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടെടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലൊന്ന് പിന്നെ പരത്തിയെടുക്കാതെ അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. പിന്നെ അധികം കനത്തിലൊന്നും പിന്നെ പരത്തണ്ട, വച്ചിട്ട് നൈസാക്കി പരത്തും വേണ്ട, കൂടുതൽ കട്ടിയും പാടില്ല. അത് പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെയാണ്, ഇത്ര ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിന്നെ മാറ്റി ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഞാനത് പരത്തിയെടുത്തിട്ടു, 3 പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഇത് കുറച്ച് സമയം ഓയിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിത് പിന്നെ ഓയിലിൽ നിന്ന് മാറ്റി വെച്ചാൽ ഇത് ക്രിസ്പി ആയി തന്നെ ഇരിക്കണം പൂരി. അങ്ങനെ അതിനപ്പോൾ കുറച്ച് ഓയിൽ സമയം വെച്ചാൽ അങ്ങനെ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 3-4 മിനിറ്റൊക്കെ ഓയിലിൽ വെച്ച് നല്ല ഗോൾഡൻ കളറാണ് വരെ ഓയിൽ തന്നെ വെക്കുക. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. അത് മുഴുവനും ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി ഉള്ള പൂരി ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇതൊന്ന് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും എല്ലാം അങ്ങോട്ട് പൊള്ളിച്ച് വന്നോളും. ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തു, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇപ്പോൾ ചൂടായ ഓയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു ബൂന്തി റെഡിയാക്കി എടുക്കുക. ആ ഓയിൽ തന്നെ അതിന് വേണ്ടി കുറച്ച് ഇത്തിരി കടലമാവ്, അതിലേക്ക് ഇത്തിരി ബേക്കിംഗ് സോഡയും ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് മാവ് ഇങ്ങനെ കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഇഷ്ടത്തിന് മുളകളിൽ കൂടി ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ബൂന്തി റെഡിയാക്കി കിട്ടും. അപ്പോൾ ഈ ബൂന്തി ഞാൻ റെഡിയാക്കിയിട്ട് ഇത് ഞാൻ കോരി
വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള പാനി റെഡിയാക്കാൻ. അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 പിന്നെ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മല്ലിയില പിന്നെ പുതിനയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു പിന്നെ നാരങ്ങയുടെ പകുതി എടുത്താൽ മതി. അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ ജ്യൂസെല്ലാം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നല്ല ഒന്ന് അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ട വെള്ളം റെഡിയാക്കാം, പാനി. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, പുതിന മല്ലിയിലയുടെ, അതിൽ നിന്ന് 2 ടീസ്പൂൺ പിന്നെ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വാളംപുളി പിഴിഞ്ഞ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിനുള്ള പുളി എടുക്കാം. പുളി നമ്മൾ നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി, അധികമൊന്നും വേണ്ട. ഇനി ഇത് മധുരം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ ജ്യൂസും പിന്നെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടാൽ മധുരത്തിലുള്ളതും ആയി കിട്ടും. ഞാൻ അതിലേക്ക് ശർക്കര ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ബൂന്തിയും കുറച്ച് അതിലിട്ട്. പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉരുളൻകിഴങ്ങിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു സവാള കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച പിന്നെ മല്ലിയില പുതിനൻ്റെ പേസ്റ്റിൽ നിന്ന് 2 ടീസ്പൂൺ അതും പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലൊന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ കറി വെക്കണ കടല പുഴുങ്ങിയിട്ട് അതിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ കപ്പലണ്ടി കടലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൂരി നിന്ന് പൂരി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ മസാല, ഈ ഉരുളങ്കിഴങ്ങ് ഉള്ളിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നിറക്കുക. എന്നിട്ട് ഈ പാനി വെള്ളം നമ്മുടെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ നിറച്ച് വെക്കട്ടെ. മുഴുവനും നിറച്ച് വെച്ചു. അതിന് നമുക്ക് ആ പാനിയിൽ മുക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റാണിത്. പിന്നെ ഇതുപോലെ എല്ലാം റെഡിയാക്കി നോക്കുക. പിന്നെ അഭിപ്രായമൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.